ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈ മുതൽ പോവുക കേട്ടോ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് പറയാനൊക്കെ ഫ്ലൈറ്റ് എത്ര എടുക്കാനൊക്കെ പറഞ്ഞു ഇവിടുന്ന് എന്താ ഒരു 10 മണിയാകുമ്പോൾ പോകട്ടോ. അവിടെ എത്ര മണിക്കാ? 5:30ക്കാണ് ഫ്ലൈറ്റ്. അതിന് 3 മണിക്കൂർ മുമ്പ് കയറണം. കണ്ണൂരിനാണ് ഫ്ലൈറ്റ്. കോഴിക്കോടിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഈ സമയത്ത് എല്ലാവരും പോകുന്ന സമയമല്ലേ, ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് എടുത്തത്. അതാണ് കേസ്. ഞങ്ങൾ വീഡിയോയിൽ ഇയാൾ ഉണ്ടാകുന്നതല്ല എന്ന് അറിയിക്കും. നമുക്ക് ഉഴുന്ന ദോശയുണ്ട്, സാധാ ദോശയുണ്ട്. വരാറുണ്ട്, വരാൻ മനസ്സിലായി. ഇന്നലെ അപ്പുക്കൊക്കെ കൊണ്ടുപോകാൻ എന്തൊക്കെയോ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെന്താ പറയുക പുരയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു കേട്ടോ മേപ്പാടിക്ക്. അങ്ങനെ വരുമ്പം ബീഫ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ബീഫൊക്കെ വെച്ചു. അപ്പോൾ വെള്ളം ഇല്ലാതെ വറ്റിച്ച് അങ്ങനെ ഇന്നലെ ചെയ്തിട്ടാ. അപ്പോൾ രാവിലേക്ക് ഇതൊക്കെ കുറച്ച് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ബാക്കി കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. ഇത്തിരി ഗ്രേവി ഇല്ലാതെ നമുക്ക് കടിക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ മോളിതാ സ്കൂളിൽ പോവാണ്. ഓൾക്കുന്ന് എന്തോ പാട്ടും എന്തൊക്കെയുണ്ട്. ഓഗസ്റ്റ് 15 എന്തെല്ലോ പരിപാടികളുണ്ട്. അപ്പോൾ മോള് പോയി, പിന്നെ മോൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ പോകണില്ല അപ്പച്ചി പോവല്ലേ പറഞ്ഞിട്ട് അങ്ങനെ മോൻ പോയില്ല. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്ന് പോണമെന്നൊക്കെ പിന്നെ ഞങ്ങൾ സംസാരം വളരെ കുറവായി കേട്ടോ. പിന്നെ അപ്പുക സംസാരിച്ചാലും ഞാൻ എന്നൊക്കെ ആയിക്കോട്ടെ അധികം പറയാം. എന്താ വെച്ചാൽ എനിക്ക് വേഗം കരച്ചിൽ വരും. ഞാൻ പൊതുവേ പെട്ടെന്ന് കരയുന്ന ആളാണ്. എന്താ പറയുക, അങ്ങനെയല്ല നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എന്തെങ്കിലും സങ്കടമുള്ള വീഡിയോസൊക്കെ കാണില്ല, അപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ണിൽ എന്താ കരച്ചിലൊക്കെ വരും. എവിടുന്നാ വെള്ളം വരുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ അപ്പുക്ക് എന്താ ചോദിക്കുമ്പോൾ എനിക്ക് വേഗം സങ്കടം വരും. അപ്പോൾ അധികവും ഞാൻ എന്ന് പറഞ്ഞിട്ട് മൂളി ഒപ്പിക്കിട്ടോ അന്നൊക്കെ. അങ്ങനത്തെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ നമുക്ക് നമ്മൾ എത്ര വിഷമം ഉണ്ടാവും എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഒരു ടെൻഷനിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ 1 മുതൽ നമ്മളെല്ലാ കാര്യവും നോക്കണ്ടേ, A to Z വരെ നമ്മളെല്ലാ കാര്യവും നോക്കണ്ട. അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആട്ടോ. ശരിക്കും നമ്മളൊരു പ്രവാസീൻ്റെ ഭാര്യ ആകുമ്പോഴാണ് നമ്മളെല്ലാ മേഖലയിലും പോകണത്. ഒരു റേഷൻ കടയിൽ നമ്മൾ ആദ്യം പോയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ പറയുക സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെ പോകാറില്ല. എല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളെല്ലാ കാര്യങ്ങളും നടക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാം ഇപ്പം നമുക്കറിയാം എന്തൊക്കെ സാധനത്തിൻ്റെ വില വരെ ഇപ്പം നമുക്കറിയാം എത്രയാണ് കടയിൽ. എനിക്കറിയാം കേട്ടോ, എനിക്ക് കടയിൽ എത്രയാണ്, അതുപോലെ നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് വലിയ നെസ്റ്റോ പോലത്തെ അവിടേക്ക് എത്രയാണെന്നൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അറിയാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, ഇതുവരെ ചെറുതില്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയമില്ലായിരുന്നു. നമുക്ക് എവിടെയും പോകാം, എന്തും വാങ്ങാം, എത്ര വേണമെങ്കിലും നമുക്ക് ഏറ്റി കൊണ്ടുവരാം. അപ്പം ഇനിയിപ്പം നമുക്ക് കയ്യാളില്ലാതെ നടക്കില്ലല്ലോ. ഒരാളൊന്നില്ലേ കുഞ്ഞിനെ എടുക്കാൻ വേണം, അല്ലെ സാധനം എടുക്കാൻ വേണം. അങ്ങനെ എന്താ പറയുക വേണ്ടാതെ ടെൻഷൻ അടിക്കും ഞാൻ കേട്ടോ. അങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുക, ഇനിയിപ്പോൾ മക്കൾസൊന്നും ഇല്ലാതെ ഒന്നും എന്തായാലും അങ്ങനത്തെ ഒന്നിനും പുറത്തൊന്നും വാങ്ങാനും പോകാൻ നടക്കില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ദാപ്പുക്കാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നലെ മടക്കി വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച്, ബാക്കി ബനിയനും കാര്യങ്ങളൊന്നും തേച്ചിട്ടില്ല കേട്ടോ. പിന്നെ തേച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് എന്തായാലും അപ്പുക തേക്കും ചെയ്യും. പിന്നെ എന്തായാലും ചുളുക്കാൻ വരുമല്ലോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പുക്കാനെ കൈച്ചയും കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. ഇന്നലെ എന്തോ ഇതിന് അയച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു. പ്രാവശ്യം പിന്നെ അപ്പുക്കൊക്കെ ഭയങ്കര സങ്കടം ചെറുതിനെ വിട്ടു പോകുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ മറ്റോരെ രണ്ടാൾ ഈ പ്രായത്തിൽ അപ്പുക കണ്ടിട്ടില്ല. രണ്ടാൾക്കും 1 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അപ്പുക അവിടുന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പ്രായത്തിൽ പിന്നെ മോനെ കാണുന്നത്. പച്ചോണേ ചുമണ്ടോ. അപ്പം ഈ പ്രായത്തിൽ മോനെ കാണുന്നത് കേട്ടോ. അങ്ങനെ
എന്താ പറയുക ഈ പ്രായത്തിൽ അങ്ങനെ കണ്ടിട്ടും എടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നലെയൊക്കെ ഇങ്ങനെ മോൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാവും കേട്ടോ. പിന്നെ നമ്മൾ സങ്കടം കാണിച്ചാലും ഓരങ്ങനെ സങ്കടം കാണിക്കാത്ത ആൾക്കാരാണല്ലോ. അപ്പം എന്താ പറയുക എന്തോ ഇത് അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾസ് എല്ലാവരും 3 ആളും കണക്കാണ്. 3 ആളും വെറും ഉപ്പച്ചി കുട്ടികളാണ്. പിന്നെ ഞാനാണ് എന്തെങ്കിലും ചീത്ത അറിയും തല്ലുമൊക്കെ ചെയ്യാൻ ഞാനാണ്. അബുക പിന്നെ അടിക്കില്ല, ചീത്ത പറയും ജസ്റ്റ് ഒന്ന്. അതപ്പം തന്നെ ഓരെന്നെ മാറ്റിയെടുക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ ചായയൊക്കെ കുടിച്ചു. പിന്നെ അബുക മാറ്റി ജസ്റ്റ് ഇറങ്ങാനായിട്ടോ. പിന്നെ പോണ വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അങ്ങനത്തെ ഒരു മൂഡിലല്ലേനും. അങ്ങനെ ഒരു 10:30 കഴിഞ്ഞപ്പോൾ അബുക പോയിട്ടോ. പോയതിൻ്റെ ശേഷമാണ് പിന്നെ അടിച്ചു വാരി പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കറി വെച്ചു, പരിപ്പ് താളിച്ച്. പിന്നെ അതുകൊണ്ട് ഒപ്പിക്കാൻ വിചാരിച്ചിട്ടോ. അബുകാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആട്ടോ പോയത്. അങ്ങനെ പിന്നെ എന്താ പറയുക വൈക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ചുരത്തിൻ്റെ അവിടെ ചെറിയൊരു ബ്ലോക്ക് കുടുങ്ങി പറഞ്ഞു. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ അലക്കാനുള്ള മെഷീനിലിട്ടിരുന്നു. പിന്നെ കല്ലുമ്മന്ന് അലക്കാനും മോൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി വന്നു. പിന്നെ ഇതാ ബ്രെഡ് ചൂടാക്കിട്ടോ. ഈ സമയത്തൊക്കെ ചിലപ്പോൾ അബുക്ക് കടയിൽ പോയി സാധനം എന്തെങ്കിലും കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ഇന്നൊന്നും ചെയ്തില്ല. ബ്രെഡ് ഉണ്ടായിരുന്നു, അത് വാട്ടി ജസ്റ്റ് ഒന്ന് വാട്ടി മക്കൾസ് അതാ കുടിക്കുന്നത്. അങ്ങനെ ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.